ബാറുടമകൾ വടികൊടുത്ത് അടി വാങ്ങി. തിരുവനന്തപുരം ജില്ലയിലെ 7 മദ്യശാലകൾ GST രജിസ്ട്രേഷൻ റദ്ദായി ബാർ ലൈസൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. GST കുടിശ്ശികയുടെ പേരിലാണ് അപ്രതീക്ഷിത നടപടി വന്നത്. സംസ്ഥാനത്താകെ 180-ലേറെ ഹോട്ടലുകൾ സമാന ഭീഷണി നേരിടുന്നുണ്ട്. GST രജിസ്ട്രേഷൻ ഇല്ലാതായാൽ സ്വാഭാവികമായും കച്ചവടം നടക്കില്ല. ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ ബാർ ലൈസൻസും റദ്ദാകും. ഒറ്റ ശബ്ദരേഖ കൊണ്ട് ഈ മദ്യശാലകളെ കാത്തിരിക്കുന്ന വിധി അല്പം കടുപ്പമാകും. ചുമ്മാതിരിക്കുന്നിടത്ത് ചുണ്ണാമ്പിട്ട് ഇളക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്രയോ ശരിയാണ്. വെറുതെ ഇരുന്ന സർക്കാരിനെ ചൊറിയാൻ പോകേണ്ട വല്ല കാര്യവുമുണ്ടായിരുന്നോ? അതുകൊണ്ട് എന്തു പറ്റി? സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന മദ്യനയത്തിൽ വീണ്ടും മാറ്റമുണ്ടാകും. പുതിയ മദ്യനയത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ബാർ ഉടമകൾക്കായിരുന്നു. അത് ഗോവിന്ദയായി. GST പ്രശ്നത്തിൽ കുരുക്കാകുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ 7 ഹോട്ടലുകളാണ്. ഇവയെല്ലാം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവയാണ്. തിരുവനന്തപുരത്ത് തന്നെ GST കുടിശ്ശികയുള്ള കൂടുതൽ മദ്യശാലകളുടെ പേരിൽ നടപടിക്ക് സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിലെല്ലാമായി ആകെ 180-ലേറെ സ്ഥാപനങ്ങൾക്ക് കുടിശ്ശികയുണ്ട്. ഇവയിൽ ചിലതെല്ലാം ബിയർ, വൈൻ പാർലറുകളുമാണ്. പലവട്ടം മുന്നറിയിപ്പ് നോട്ടീസുകൾ അയച്ച ശേഷമാണ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാർ ലൈസൻസിനെയും ബാധിക്കും. രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി GST വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചാൽ എക്സൈസ് വകുപ്പ് നടപടി തുടങ്ങും. കോവിഡ് കാലം മുതലുള്ള GST പലരും കുടിശ്ശികയാക്കിയിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് പിരിച്ച തുക അടയ്ക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് വിനയായിരിക്കുന്നത്. ഇതിനകം അനിമോൻ്റെ ശബ്ദരേഖയുടെ പേരിൽ മദ്യമുതലാളിമാർക്കിടയിൽ ഭിന്നത രൂക്ഷമാണ്. പുതിയ ഇരട്ടടി GSTയുടെ രൂപത്തിൽ വന്നത് കൂടുതൽ പ്രതിസന്ധിയുമുണ്ടാക്കി. IT പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങുക, ഡ്രൈ ഡേ ഒഴിവാക്കുക തുടങ്ങിയ പല കാര്യങ്ങളിൽ മദ്യനയത്തിൽ ഇളവിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ വൻതുക വേണ്ടിവരുമെന്നും പറഞ്ഞാണ് ബാർ ഉടമകൾക്കിടയിൽ പിരിവിന് ശ്രമം തുടങ്ങിയത്. ഇതിനോട് ഒരു വിഭാഗം വിയോജിച്ച് നിൽക്കുമ്പോഴാണ് അതിലും ഇരട്ടി പ്രഹരമായി GST വകുപ്പിൽ നിന്നുണ്ടാകുന്നത്.